നമസ്കാരം. 1980 ഒക്ടോബർ 7. അതിരാവിലെ തിരുവല്ല മീന്തലക്കരയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു നിലവിളി ഉയർന്നു. വിദേശത്തെ ജോലി കഴിഞ്ഞ് വിശ്രമജീവിതം നയിച്ചിരുന്ന കെ.സി. ജോർജും ഭാര്യ റേച്ചലും തങ്ങളുടെ വീടിനുള്ളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ചോര തളം കിട്ടിയ കിടപ്പുമുറിയിൽ വീട്ടുജോലിക്കാരിയായ ഗൗരി കണ്ടത് കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത നരനായാട്ടിൻ്റെ ബാക്കിപത്രമായിരുന്നു. കേരള പോലീസിനെ കുഴപ്പിച്ച കരിക്കിൻവില്ല കൊലപാതകം. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അലമാരകൾ കുത്തി തുറന്ന് ആഭരണങ്ങളും പണവും അപഹരിക്കപ്പെട്ടിരുന്നു. പക്ഷേ കൊലയാളി ഒരു തെളിവും അവശേഷിപ്പിച്ചിരുന്നില്ല. ഒരേ ഒരു സൂചന മാത്രം: തറയിൽ പതിഞ്ഞ വിദേശ നിർമ്മിത ഷൂസുകളുടെ അടയാളം. അന്ന് കേരള പോലീസിലെ യുവസിംഹമായ സിബി മാത്യുവിൻ്റെ കൈകളിലേക്ക് അന്വേഷണമെത്തി. ജോലിക്കാരി നൽകിയ ഒരു മൊഴി കേസിനെ കീഴ്മേൽ മറിച്ചു. ദമ്പതികൾ മദ്രാസിലെ മോൻ എന്ന് വിളിക്കുന്ന അവരുടെ ബന്ധുക്കളിൽ ഒരാൾ ആ ദിവസങ്ങളിൽ വരുമെന്ന് പറഞ്ഞിരുന്നതായി ഗൗരി പോലീസിന് മൊഴി നൽകി. കൊല്ലപ്പെട്ട ജോർജിന്റെ ബന്ധുവും കറുവച്ചാൽ സ്വദേശിയുമായ റെനി ജോർജ് ചെന്നൈയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ച ഏക സൂചന കൊല നടന്ന വീടിനുള്ളിൽ വാരി വലിച്ചിട്ടിരുന്ന രക്തം പുരണ്ട കടലാസുകളിൽ പതിഞ്ഞ ഷൂസിന്റെ അടയാളം മാത്രമാണ്. കേരളത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഇനം ഡിസൈനുള്ള ഷൂസിന്റെ ഹീൽ അന്വേഷണ സംഘത്തലവനായ സിബി മാത്യുവിന്റെ ഉറക്കം കെടുത്തി. കൊല നടത്തിയത് പ്രൊഫഷണൽ കൊലയാളികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചു. എന്നാൽ സിബി മാത്യു ആഡംബരപ്രിയരായ കുറെ ചെറുപ്പക്കാരാകാനാണ് സാധ്യതയെന്ന് തറപ്പിച്ചു പറഞ്ഞു. ജോലിക്കാരിയുടെ മൊഴി അനുസരിച്ച് ജോർജിന്റെയും റേച്ചലിന്റെയും ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി സിബി മാത്യു. അങ്ങനെ റെനി ജോർജ് എന്ന മദ്രാസിലെ മോനിലേക്കും അയാളുടെ സുഹൃത്തുക്കളായ മൗറീഷ്യസ് സ്വദേശി ഹസൻ ഗുലാം മുഹമ്മദ്, മലേഷ്യൻ സ്വദേശി ഗുണശേഖരൻ, കെനിയക്കാരൻ കിബ്ലോ ഡാനിയലിലേക്കും അന്വേഷണമെത്തി. കോയമ്പത്തൂർ തൃശ്ശിനാപ്പള്ളി വഴി മദ്രാസിലെത്തി സിബി മാത്യുവും സംഘവും. 10ാം ദിവസം അവിടെയുള്ള ഒരു ലോഡ്ജിൽ നിന്നും റെനിയെയും ഹസനെയും അവർ പിടികൂടി. ഗുണശേഖരനെ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെടാൻ പഴുതുകളില്ലെന്ന് മനസ്സിലാക്കിയ കെനിയക്കാരൻ കിബ്ലോ പോലീസിന് കീഴടങ്ങി. എയറോനോട്ടിക്കൽ വിദ്യാർത്ഥികളായിരുന്ന ഇവർ മദ്യത്തിനും മയക്കുമരുന്നിനും പണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. പ്രതികളെ 1982 ജനുവരി 1 കോട്ടയം സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. 1983 മാർച്ച് 21 ഹൈക്കോടതി വിധി ശരിവെച്ചു. പൂജപ്പുര ജയിലിൽ റെനിയും ഗുണശേഖരനും മുഹമ്മദ് ഹസനും അടയ്ക്കപ്പെട്ടു. തീഹാർ ജയിലിലേക്ക് കിബ്ലോയെ മാറ്റിപ്പാർപ്പിച്ചു. ജയിൽ മോചിതനായ റെനി പിന്നീട് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചു. ചെയ്തു കൂട്ടിയ പാപ പരിഹാരങ്ങൾക്കായി അയാൾ പിന്നീട് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു. ഈ കുപ്രസിദ്ധമായ കരിക്കിൻവില്ല കൊലപാതകത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ പിന്നീട് ഒരു ചലച്ചിത്രം ഇറങ്ങി. കവിയൂർ ശിവരാമൻ പിള്ളയുടെ കഥയ്ക്ക് PM നായർ തിരക്കഥ തയ്യാറാക്കി ശശികുമാർ സംവിധാനം ചെയ്ത് രവീന്ദ്രൻ, മോഹൻലാൽ, രവികുമാർ, KPM, ഷീല, തമ്പി കണ്ണന്താനം, ബഹദൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രാഗം മൂവീസിന് വേണ്ടി മണി മല്യത്ത് നിർമ്മിച്ച് 1982 ഓഗസ്റ്റ് 20 റിലീസ് ചെയ്ത 160 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം മദ്രാസിലെ മോൻ.